ഇന്ത്യക്കകത്ത് ചാരിറ്റി പ്രവർത്തന രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വിഘ്നേശ്വര ഗ്രാനൈറ്റ് മാനേജിംഗ് പാർട്ട്നേഴ്സായ ഹർഷകുമാറും റീനയും സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് 100ഓളം മക്കളെ പഠനോപകരണങ്ങൾ നൽകി പഠിപ്പിച്ചുകൊണ്ടിരുന്നതും കിടപ്പ് രോഗികളെയും ക്യാൻസർ രോഗികളെയും പരിപാലിക്കുകയും അനാഥാലയങ്ങളിൽ ഭക്ഷണം നൽകി വന്നതുമായിരുന്നു. ഞങ്ങളും ചാരിറ്റി പ്രവർത്തന രംഗത്ത് തെരുവിന്റെ മകൻ എന്നറിയപ്പെടുന്ന അജു കെ മധുവും തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സ്വന്തം ആവശ്യങ്ങളെ എല്ലാം മാറ്റിവെച്ച് ജനങ്ങളുടെ സഹായത്തിനായി രാവെന്നോ പകലെന്നോ ഇല്ലാതെ വിളിപ്പുറത്തെത്തുന്ന പ്ലാത്ര രതീഷും തനിക്ക് ജോലി ചെയ്ത് ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുന്നതിനായി ഒരു നേരത്തെ ആഹാരമെങ്കിലും നൽകാനായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മഹേന്ദ്രൻ പ്രസന്ന ദമ്പതികളും 24 മണിക്കൂറും എല്ലാ സഹായത്തിനും ഏതു രാത്രിയിലും ചാരിറ്റി രംഗത്തുള്ള ഒരാളിനെ അഡോപ്റ്റ് ചെയ്യാനായാലും അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനായാലും നമ്മുടെ സാരഥിയായ സുനിൽ കുമാറും ചേർന്ന് 2022 രൂപീകരിച്ച വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധരരായ രോഗികളെ സഹായിക്കുവാനും അവർക്ക് അന്നം എത്തിച്ചു നൽകുന്നതിനും അവർക്ക് പാർപ്പിടം വെച്ചു നൽകുന്നതിനും പാവപ്പെട്ട കുട്ടികളെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കൈകോർത്ത് മുന്നോട്ട് പോകുന്നതും നിരാലംബരായ സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടെത്തി മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് പാർപ്പിടം ഒരുക്കുന്നതിനുമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ കണ്ടെത്തി വീടുകൾ വെച്ചു നൽകുന്നതിനും തൊഴിൽ മേഖലകൾ സ്ഥാപിക്കുന്നതിനുമായി VMTV ന്യൂസ് ചാനൽ ഉൾപ്പെടെ മറ്റു സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല രീതിയിലും ഈ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പലരും ശ്രമിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ ആശ്രയ സമ്മാന പെരുമഴ തുടങ്ങിയ പദ്ധതികളിലൂടെ ജനങ്ങളെ സഹായിക്കുന്നതിന് 24 മണിക്കൂറും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ഞങ്ങൾ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. സാമൂഹ്യ സേവന രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ VMTV ന്യൂസ് ചാനലും ചേർന്ന് ആശ്രയം സമ്മാന പെരുമഴ എന്ന ഒരു സ്കീമിലൂടെ നിരവധി ആളുകൾക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുകയാണ്. നിർധനരായ ക്യാൻസർ രോഗികൾക്കും മറ്റ് രോഗത്താൽ വലഞ്ഞ് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവരും ഭവനരഹിതരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനും ഒരു കൈത്താങ്ങായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന സമ്മാന പെരുമഴയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആശ്രയം സമ്മാന പെരുമഴ എന്ന പദ്ധതി കേരളത്തിലെ മറ്റു ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി നോക്കിക്കാണാൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ചാനലായി മാറാൻ ഇടവരട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ കുട്ടികൾ എല്ലാം സർക്കാരിന്റെ മഹത് പരിപാടികളിലൂടെ പ്രവേശന ഉത്സവം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് റോഡിൽ ജീവിക്കുന്ന അനാഥ മക്കളെ പരിപാലിക്കുന്നതിനായി ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നു. നമ്മുടെ മക്കളെ കണക്ക് അവരും പഠിച്ച് ജീവിക്കട്ടെ. തെരുവിൽ ജീവിക്കുന്ന കുട്ടികളുടെ പഠനവും മറ്റും നടക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇവർക്ക് വേണ്ടുന്ന പാർപ്പിടം ഉണ്ടാക്കി നൽകിയാൽ ഈ മക്കളോട് സർക്കാരും ജനപ്രതിനിധികളും ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. മറ്റു മക്കളെ പോലെ ഇവരും ഭൂമിയിൽ അന്തസ്സായി ജീവിക്കട്ടെ. ഞങ്ങൾ ഈ പറയുന്ന വാക്കുകൾ സർക്കാർ കാണും എന്ന പ്രതീക്ഷയിൽ നിർത്തട്ടെ. VMTV ന്യൂസ് ചാനലിന് വേണ്ടി ഞാൻ അഞ്ജന അജി. VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ച് നൽകുന്നതിനും ഭവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 11ഓളം കുടുംബങ്ങൾക്ക് ജീവിതത്തിലോട്ട് നയിക്കുന്നതിനും നിർധരരായ യുവതികൾക്ക് മംഗല്യ സഹായം നൽകുന്നതിനും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ.
ഈ പദ്ധതിയിൽ 1000 രൂപ വെച്ച് 10,000 പേർ തികയുന്ന മുറയ്ക്ക് മാസ ഞെരുക്കെടുപ്പ് നടത്തുന്നതും 1ാം സമ്മാനമായി 5 ലക്ഷം രൂപ ഒരാൾക്കും അല്ലെങ്കിൽ തതുല്യമായ ഗോൾഡ് നൽകുന്നതുമാണ്. 2ാം സമ്മാനമായി ആശ്രയ സമ്മാന പെരുമഴ മെഗാ ഞെരുക്കെടുപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു വീട് സമ്മാനമായി ലഭിക്കുന്നതും 3ാം സമ്മാനമായി 100 പേർക്ക് ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതും 1000 രൂപ വെച്ചിട്ടുള്ള 20,000 ടോക്കണാണ് ഈ സമ്മാന പദ്ധതിയിൽ മൊത്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാസ ഞെരുക്കെടുപ്പ് സെപ്റ്റംബർ മാസം 30ാം തീയതിയാണ് ട്രസ്റ്റ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും 10,000 ടോക്കൺ തികയുന്ന മുറയ്ക്ക് മാസ ഞെരുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും. ട്രസ്റ്റിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഭവനരഹിതരായ 5 പേർക്ക് ഓരോ മാസവും 5 വീട് വെച്ച് കൊടുക്കുന്നതും ഭവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിനെ സഹായിക്കുവാനും ഈ ട്രസ്റ്റിനും ചാനലിനും സാധിക്കുന്നതാണ്. ടോക്കൺ എടുക്കുന്നവർക്ക് ബാലരാമപുരം കൈത്രി സ്പോൺസർ ചെയ്യുന്ന തുണിത്തരങ്ങൾ അടങ്ങുന്ന ആശ്രയ കിറ്റ് സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. മുൻപ് ആശ്രയ സമ്മാന പെരുമഴയിൽ ടോക്കൺ എടുത്തവർ ഈ സമ്മാന പദ്ധതിയിൽ അവസാനിക്കുന്നത് വരെ ടോക്കൺ ഉപയോഗിക്കും. 1000 രൂപയ്ക്ക് ഒരേ നമ്പറിലെ 5 ടോക്കണാണ് ലഭിക്കുന്നത്. എല്ലാവരും ടോക്കൺ എടുത്ത് ഈ പദ്ധതിയിൽ ഭാഗമാവും. ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാവരുത്.